ഒരു ചെറിയ ഭ്രാന്ത് എന്നാൽ കുറച്ച് വലിയ ഭ്രാന്ത്. അതായത് ഇത്രേ ഉള്ളൂ. ടോയ് ബൈക്ക്, ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ സൈക്ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടോയ് ബൈക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ബൈക്ക് മേടിച്ചപ്പോൾ, ഈ ബൈക്ക് ടോയ് എനിക്ക് കിട്ടിയപ്പോൾ ഇതിനകത്ത് എല്ലാ ബൈക്കിനും റെഡ് ആയിക്കോട്ടെ, യെല്ലോ ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും സാഡിൽ വന്നിട്ട് വൈറ്റ് കളറാണ് വരിക. ഞാനതിൻ്റെ മാർക്കർ പെന്നുകൊണ്ട് ഞാൻ അടിച്ചടിച്ച് ബ്ലാക്ക് ആക്കി. ഓക്കെ. പിന്നെ വന്നിട്ട് വീലെന്ന് പറയുമ്പോൾ ഞാനത് പെയിൻ്റ് അടിച്ച് മാറ്റിയ കാരണം കൊണ്ട് ഇനി പഴയത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ കാണിച്ചാലൊക്കെ, ഇതിപ്പോൾ റെഡ് ബൈക്ക് ആണെങ്കിൽ ഇതിന് ഇങ്ങനത്തെ റെഡ് വീല്, അതും ഇതിന് വീതി കണ്ടില്ല, രണ്ടും ഇതിന് ചെറിയതും ഇതിന് വീതി കൂടിയതുമാണ്. അത് വീതി കൂടുമ്പോഴാണ് നമുക്ക് റോഡ് ബൈക്കിന് ഒരു ഭംഗി വരിക, നമ്മുടെ കാർബൺ വീലൊക്കെ ഇടുന്ന പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആ വീല് മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി കാർബണിൻ്റെ വേറെ സൈക്കിളിൻ്റെ വീലെടുത്തിട്ട്, അത് ഇട്ടത് ഇതുമ്പോഴാണ്. ഈ ടി ബൈക്കിനാണ് വീതിയുള്ള വീല് വരിക. എനിക്ക് ടി ബൈക്കിനോട് അത്ര വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വീല് ഊരിയിട്ട് ഞാൻ അതിനിട്ടിട്ട് അത് സെറ്റാക്കി. അപ്പോൾ അതിനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു നല്ല റോഡ് ബൈക്ക് മാതിരിയാക്കി. പിന്നെ ഇതിനകത്ത് അതേപോലത്തെ കളറിലാണ് കേബിൾ വരിക. അതായത് റെഡിനാണെങ്കിൽ റെഡാണ് വരിക. ഞാൻ അതായത് ബ്ലാക്കിൻ്റെ വയറെടുത്ത് ഇടും. അങ്ങനെ പല മോഡിഫിക്കേഷൻസ് അങ്ങോട്ടും കൊണ്ട് ചെയ്ത് അതിപ്പോൾ ഒരു പ്രൊഫഷണൽ, ഒരു നല്ല കാണുമ്പോൾ ഒരു റോഡ് ബൈക്ക്, ഇപ്പോൾ നല്ല രസത്തിലൊക്കെ ഇതിനൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ടോയ് ബൈക്കാന്ന് തോന്നാത്ത രീതിയിൽ ആക്കി മാറ്റി. ഇപ്പോൾ അതൊരു റെഡ് കളറ്, അതിൻ്റെ യെല്ലോ അതേപോലെ തന്നെ, യെല്ലോക്കും യെല്ലോ ടയറാണ് വരിക. വീതി കുറഞ്ഞ, നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ വീതി കുറഞ്ഞ വീല് യെല്ലോ ആണ് വരിക. അതിനെ ഞാൻ മറ്റേ ടി ബൈക്കിൻ്റെ വീലെടുത്തിട്ട് അതും ഒരു നല്ലൊരു റോഡ് ബൈക്ക് മാതിരിയാക്കി. കാണുമ്പോൾ നല്ല രസമുള്ള, നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, വീലൊക്കെ തിരിയുന്ന നല്ല രസമുള്ള ഒരു ബൈക്കാക്കി മാറ്റി. അതേപോലെ തന്നെ ബ്ലാക്ക്, ഇതും നല്ല ക്യൂട്ടാണ്. ബ്ലാക്കിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഇതും വൈറ്റ് സാഡിലായിരുന്നു, അതിനെ മാറ്റി ഞാൻ ബ്ലാക്ക് ആക്കി. പിന്നെ വീല് വന്നിട്ട് ഇതേമാതിരി ഇതിനൊരു ചെറിയ വീല്, ഈ വീലാണ് ഇതിന് വരിക. ഇത് എക്സാക്ട്ലി വീല്, അതിന് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് വരും, പക്ഷേ വീതി കണ്ടില്ലേ, അതും മാറ്റിയിട്ട്. ഇപ്പോൾ എല്ലാം മൂന്നും ഒരു നല്ല പ്രൊഫഷണൽ ബൈക്കാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ സാധനങ്ങൾ ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് വേറെ ടോയ് ബൈക്കാക്കി മാറ്റും. വീലില്ലാണ്ടായപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് റെഡുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്ത്, ഒരു ടാൻ വാൾ എന്നൊക്കെ പറഞ്ഞ മാതിരി സൈഡിൽ മാത്രം റെഡാക്കിയിട്ട് മേലെ ജസ്റ്റ് മാർക്കർ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്ത. പാർക്കിങ്ങിൽ ഇങ്ങനത്തെ ടോയ് ഉണ്ട്, അതിനെ കളർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ മാർക്കർ കൊണ്ട് ആക്കിയാൽ മതി. അത് മനസ്സിലാക്കണമെന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ സൈഡ് ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു മാർക്കർ ഇങ്ങനെ പിടിച്ചിട്ട് മേലെ നിന്ന് മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാക്കിയപ്പോൾ അതൊരു ഡിസൈനുള്ള ഒരു സൈഡിലൊക്കെ ബൈക്കിനൊക്കെ ഒരു ടാൻ വാള്, യെല്ലോ വാളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, റെഡ് കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബൈക്കാക്കി ഇതിനെ മാറ്റി. കാരണം വലിയ വീലില്ലാണ്ടായപ്പോൾ പിന്നെ ഇതാണ് ഓപ്ഷനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു. സംഭവം എന്താ പറയുക, ഒരു ഭ്രാന്ത് തന്നെ പറയാം. ഇതൊക്കെ ഇപ്പം അതിൻ്റെ എന്താ പറയുക, വർക്ക്ഷോപ്പാണ്. ടോയ് ബൈക്കിൻ്റെ വർക്ക്ഷോപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും ചെയ്യാനുണ്ട് കേട്ടോ. ചെയ്ത സാധനങ്ങളുടെയാണ് ഇപ്പോൾ ഈ ഫോട്ടോ കാണിച്ചത്. ചെറിയൊരു പ്രാന്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. താങ്ക് യു.